ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു വൈദികൻ, പുരോഹിതൻ എന്ന നിലയിൽ നിങ്ങൾ പറയും അഭിഷിക്തനാന്ന് പറയും. പോരാ, എൻ്റെ ശരിക്കും എനിക്ക് അഭിഷേകം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഹല്ലേലൂയ. അല്ലേ, നിങ്ങൾ പറയും അയ്യോ അച്ഛൻ അഭിഷിക്തനല്ലേ, അച്ഛൻ അഭിഷിക്തനല്ലേ. പ്രിയപ്പെട്ടവരെ, വൈദികർക്ക് മാത്രമല്ല അഭിഷേകം ലഭിക്കുക, പുരോഹിതന്മാർക്ക് മാത്രമല്ല അഭിഷേകം ലഭിക്കുക. അഭിഷേകം ആർക്കും സ്വീകരിക്കാം. നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്, അതായത് വിജാതിയർ പോലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന് കേട്ടിട്ട് അവർ ആ വിജാതിയർക്ക് മാമോദീസ കൊടുത്ത് തങ്ങളുടെ കൂടെ കൂട്ടാനായിട്ട് അപ്പസ്തോലന്മാർ അങ്ങോട്ട് പോകുന്നു. വിജാതിയർ, യഹൂദന്മാർ പോലുമല്ല, വിജാതിയർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചുവെന്ന് കേട്ടിട്ട് അവരെയും തങ്ങളുടെ കൂടെ കൂട്ടാനായിട്ട് അപ്പസ്തോലന്മാർ പോകുന്നുണ്ട്. അതുകൊണ്ട് അഭിഷേകം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കരുത് അത് വൈദികർക്ക് കിട്ടുകയുള്ളൂ, സന്യസ്തർക്ക് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് കിട്ടുന്നത്. പക്ഷേ അത് ആരെ വേണേലും ദൈവത്തിന് തിരഞ്ഞെടുക്കും, ആരെ വേണമെങ്കിലും. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഈശോ പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് അഭിഷേകം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പക്ഷേ എൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് തോന്നുന്നു അഭിഷേകമുണ്ട്, അച്ഛൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ട് തോന്നുന്നു അഭിഷേകമുണ്ടെന്ന്. ശരി പറഞ്ഞ ഹല്ലേലൂയ. അതെങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? അത് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ വാക്കിൽ ദൈവ സാന്നിധ്യമുണ്ടോ, ദൈവവചനം അനുസരിച്ചാണോ ഞാൻ പറയുന്നത്, ദൈവവചനം അനുസരിച്ചാണോ ഞാൻ പ്രവർത്തിക്കുന്നത്, എൻ്റെ സംസാരത്തിലും എൻ്റെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ദൈവ സാന്നിധ്യമുണ്ടോ എന്ന് നോക്കിയാണ് എനിക്ക് അഭിഷേകമുണ്ടോ നിങ്ങൾക്ക് അഭിഷേകമുണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് കൂടെ ഉള്ളവനാണ് അഭിഷിക്തൻ. ആത്മാവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പം പിന്നെ ആരായിരിക്കും നയിക്കുന്നത് ആ വ്യക്തിയെ? ആ വ്യക്തിയെ എല്ലാ കാര്യങ്ങളിലും നയിക്കുന്ന ആത്മാവായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇങ്ങനെ നയിക്കപ്പെടാം, പരിശുദ്ധാത്മാവിനാലും നയിക്കപ്പെടാം, ഒപ്പം ആരാലും നയിക്കപ്പെടാൻ വേണമെങ്കിൽ ദുരാത്മാക്കളാലും നയിക്കപ്പെടാം. ശരി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റാണോന്നറിയില്ല, എൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാണ്, ദുരാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആരും ഇവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. പറയാൻ പറ്റുകയില്ല, കാരണം യൂദാസ് ഉണ്ടായിരുന്നത് ആ കൂട്ടത്തിൽ തന്നെയാണ്. ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും കണക്കാക്കുന്നത് കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പിൽ 12 പേരിൽ ഒരാൾ ആരാണ്? യൂദാസാണ്. 12 പേരിൽ ഒരാൾ എപ്പോഴും ആരായിരിക്കും? യൂദാസ് ആയിരിക്കും. യൂദാസിന് അഭിഷേകം കിട്ടിയോ? യൂദാസ് അഭിഷേകം കിട്ടിയ കൂടുതലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് ആരാണെന്ന്? മത്തിയാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പകരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മത്തിയാസ്, പകരക്കാരൻ. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഒരു വചനം കേൾക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നത് പോലും ആരാന്നറിയാവോ? ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. ഒരു പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ചിലരൊക്കെ, നിങ്ങളൊക്കെ വന്നിരിക്കുന്നത് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കഷ്ടപ്പാടുള്ളത് കൊണ്ട്, ബുദ്ധിമുട്ടുള്ളത്, മനസ്സിന് ഒരു സമാധാനം കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം വന്നിരിക്കുന്നത്. പക്ഷേ ആ സാഹചര്യം നിങ്ങളെ എന്തിലേക്ക് നയിച്ചു? ആരിലേക്ക് നയിച്ചു? ദൈവത്തിലേക്ക് നയിച്ചു. വചനം കേൾക്കാനൊരു താല്പര്യം ഉണ്ടായി, എവിടുന്നോ പറഞ്ഞു കേട്ടു. അതായത് പോയി വചനം കേട്ട അനുഗ്രഹം കിട്ടും. ശരിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ഭാഗം ഞാൻ പറയും. ദൈവത്തിൻ്റെ പ്രവർത്തികളിൽ 100.1% ദൈവത്തിൻ്റെ പ്രവർത്തികളിൽ വചനം കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന, ദൈവവചനം നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹങ്ങളുടെ 100.1% മാത്രമേ ഉള്ളൂ ഈ അനുഗ്രഹങ്ങളെന്ന് നിങ്ങൾ വിളിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ. 0.1%. ബാക്കി 99.99% അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്കാർക്കും കണ്ടെത്താൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ കൃപകളാണ്. അത് നമ്മളെ മറ്റൊന്നിനു വേണ്ടിയല്ല, വിശുദ്ധിയിലേക്ക് നയിക്കാൻ, സ്വർഗത്തിലേക്ക് നയിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അത് നമുക്ക് കണ്ടുകൂടാ. അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അടയാളങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, അത്
0.1% മാത്രമേ ഉള്ളൂ. 0.1%. 99.99% ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കോ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ അത് നമ്മളെ സഹായിക്കുന്നത് വിശുദ്ധിയിൽ വളരാനും സ്വർഗരാജ്യത്തിലേക്ക് തിരിച്ചെത്താനും സഹായിക്കുന്ന അതാണ് അഭിഷേകം എന്ന് പറയുന്നത്. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അഭിഷേകമുള്ള വ്യക്തിയുടെ കൂടെ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ആത്മാവാണ് അവനെ നയിക്കുന്നത്. ഉദാഹരണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. ഈശോ മരുഭൂമിയിലെ പ്രലോഭനത്തിന് ശേഷം ഈശോ സ്നാപക യോഹന്നാനുള്ള സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തി, ഇവൻ എൻ്റെ പ്രിയപ്പെട്ട പുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് സാക്ഷ്യം നൽകുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത് പോലെ ആത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നു, ഇവൻ എൻ്റെ പ്രിയപ്പെട്ട മകനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ ആത്മാവ് സാക്ഷ്യപ്പെടുത്തിയ ഈശോ മരുഭൂമിയിലേക്ക് പ്രലോഭിക്കപ്പെടാനായിട്ട് ആരാൽ നയിക്കപ്പെട്ടു എന്ന് പറയുന്നത്? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആത്മാവ് നയിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ മരുഭൂമിയിലെ പ്രലോഭനങ്ങളിൽ ഈശോ വീണു പോകാതിരിക്കാനുള്ള കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ. അവൻ അഭിഷേകം ഉണ്ടായിരുന്നു. അതായത് അവനെ നയിച്ചതാരാണ്? പരിശുദ്ധാത്മാവാണ് അവനെ നയിച്ചത്. യേശുവിനെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് അല്ലായിരുന്നു യേശുവിനെ നയിക്കുന്നതെങ്കിൽ 3 പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത് 3 പ്രലോഭനങ്ങളല്ല, 3000-ഉം 30,000-ഉം പ്രലോഭനങ്ങളാവാം. ആ 30,000 പ്രലോഭനങ്ങളിൽ മരുഭൂമിയിൽ ഈശോ വീഴാതെ പോയതിന് ഒറ്റ കാരണം യേശു എപ്പോഴും ട്യൂൺഡായിരുന്നു. അതായത് പരിശുദ്ധാത്മാവാണ് എന്നെ നയിക്കുന്നത്, ആത്മാവിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്, ആത്മാവ് പറയുന്നതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് വളരെ ഉറപ്പുണ്ടായിരുന്നു യേശുവിന്. ചിന്ത പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരും ചിന്തിക്കരുത്, ഈശോയ്ക്ക് പ്രലോഭനം ആദ്യത്തെ ദിവസമൊക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? 30-ാമത്തെ വയസ്സിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 30 വയസ്സ് വരെ ജ്ഞാനത്തിലും പ്രായത്തിലും, അല്ലേ, ആരുടെ? മാതാപിതാക്കളുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ എവിടെ വളർന്നു വന്നു? വീട്ടിൽ വളർന്നു വന്നു. അന്നൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു പ്രലോഭനം ഉണ്ടായിട്ടില്ല. 30-ാമത്തെ വയസ്സിൽ ഇങ്ങനെ സ്നാപക യോഹന്നാൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് എന്ത് കിട്ടിയത്? പ്രലോഭനം കിട്ടിയതെന്ന് ആരും വിചാരിച്ചേക്കരുത്. ഇനി ഈ 3 വർഷക്കാലം ആകപ്പാടെ ഈ 3 പ്രലോഭനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു ആരും ചിന്തിച്ചേക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രലോഭനം ഈശോയുടെ കുരിശിന് മുകളിൽ വരെ പ്രലോഭനം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ ഉപരി നമ്മൾ കാണുന്നുണ്ട് ഗെത്സമൻ തോട്ടത്തിൽ നിന്ന് എന്താ പ്രാർത്ഥിക്കുന്നത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ. അതായത് ദൈവത്തിൻ്റെ ഹിതം മാറിപ്പോകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം, അതായത് ദൈവഹിതം ഇതാണെന്ന് ഈശോയ്ക്ക് അറിയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. അങ്ങനെയെങ്കിൽ പുത്രൻ അറിയാം ഇത് ഞാൻ തന്നെ സ്വീകരിക്കേണ്ടതാ. എന്നിട്ടും ഗത്സമൻ തോട്ടത്തിലുള്ള പ്രാർത്ഥന ഇതാണ്: പിതാവേ, കഴിയുമെങ്കിൽ ഇത് നീങ്ങിപ്പോകട്ടെ. നീങ്ങിപ്പോകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനു ചോദിക്കണം നീങ്ങിപ്പോകട്ടെ എന്ന്? പ്രിയപ്പെട്ടവരെ, ഇത് പ്രലോഭനമാണ്. പറ്റുമെങ്കിൽ നീക്കിക്കളയണം, ഇത് പറ്റുമെങ്കിൽ മാറ്റിക്കളയണം. പക്ഷേ മാറിപ്പോയില്ല. അതുകൊണ്ട് പ്രലോഭനം, യേശുവിൻ്റെ പ്രലോഭനം എന്ന് പറയുന്നത് ഈശോയുടെ ജീവിതത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ സമയം വരെ ഉണ്ടായിരുന്ന പ്രലോഭനത്തെയാണ് 3 പ്രലോഭനങ്ങളായിട്ട് വെട്ടിച്ചുരുക്കി ലൂക്കാസ് സുവിശേഷകനും മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ യേശുവിന് പിടിച്ചു നിൽക്കാൻ ശക്തി നൽകിയത് പരിശുദ്ധാത്മാവാണ്. ചിന്ത പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആത്മാവ്. അതുകൊണ്ടാണ് ഈശോ ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിച്ചത് 4-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാമത്തെ അധ്യായമാണ് അവർ തുറന്നു കൊടുത്തത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് ഉറപ്പ് പറയാൻ പറ്റും? എനിക്ക് നിങ്ങൾക്കും കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പറഞ്ഞാൽ മാത്രം പോരല്ലോ, കൂടെയുള്ളവരൊക്കെ സാക്ഷ്യപ്പെടുത്തുക കൂടെ വേണ്ടേ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൂടെ ജീവിക്കുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എല്ലാ ദിവസവും കൺവെൻഷനൊക്കെ കൂടുന്നുണ്ട്, ആണ്ടിൽ 3-4 ധ്യാനമൊക്കെ കൂടുന്നുണ്ട്. പക്ഷേ കൂടെയുള്ളവർ പറയണ്ടേ, ആ വ്യക്തിയുടെ മേൽ ആത്മാവുണ്ട്. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ വീട്ടിലല്ലേ താമസിക്കുന്നേ, എൻ്റെ അമ്മയല്ലേ എനിക്കറിയാം, എൻ്റെ അപ്പനല്ലേ എനിക്കറിയാം, എൻ്റെ സഹോദരനല്ലേ എനിക്കറിയാം, എൻ്റെ സഹോദരിയല്ലേ എനിക്കറിയാം. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ട്, അവളുടെ മേലുണ്ട്. ഇത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുപോലെ കർത്താവിൻ്റെ ആത്മാവ് കൂടെയുള്ളവൻ. ഇനി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്, അയ്യോ അതാരാ, ഇത് എവിടെയാണ് വരുന്നത്, എങ്ങനെയാണ് പോകുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വ്യക്തിയാണ്.
ആണോ അല്ലയോ? ത്രിത്വത്തിലെ എത്രാമത്തെ ആള്? മൂന്നാമത്തെ ആളെന്ന് വിശ്വസിക്കാൻ വേണ്ടി, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സഭ, നമ്മുടെ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നു, ബൈബിള് പറഞ്ഞു തരുന്നു. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ആള്, വ്യക്തി. വ്യക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സ്വന്തമായിട്ട് വ്യക്തിത്വം ഉള്ള ആള്, ശരീരമുള്ള ആളെയാ വ്യക്തി എന്ന് പറയുന്നത്, അല്ലേ? ശരീരവും മനസ്സും ആത്മാവും ഉള്ള ആളെയാ വ്യക്തി എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വ്യക്തിയാണെങ്കിൽ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്ന, എപ്പോഴും കൂടെ നടക്കുന്ന, കാണാൻ പറ്റില്ല. കാരണം ദൈവം അദൃശ്യനായതുകൊണ്ട് അദൃശ്യനായ ദൈവത്തെ കാണാൻ പറ്റില്ല. പക്ഷേ ശക്തിക്ക് കുറവൊന്നുമില്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണ്. ഇതോട് ചേർത്തൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഒരു പാപം ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ ഒക്കെ പാപം ചെയ്യുമ്പോൾ എനിക്ക് സംഭവിക്കുന്നതെന്നറിയാവോ? എൻ്റെ കൂടെ നിൽക്കുന്ന ഈ വ്യക്തിക്ക് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആ വ്യക്തി അല്പം മാറി നിൽക്കും. നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച്. ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് പിശാച് ദൈവത്തോട് പറയുന്ന കാര്യം ഇതാണ്: ജോബ് അങ്ങേ അനുസരിക്കുന്നത് വെറുതെയാണോ? ജോബ് അങ്ങയെ സ്നേഹിക്കുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവൻ്റെ സമ്പത്തിനും അവൻ്റെ സ്വത്തുവകകൾക്കും കുടുംബത്തിനും കോട്ട കെട്ടി സംരക്ഷണം നൽകിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് കൂടെയുള്ള അഭിഷേകം. നമ്മൾ പറയും, പലരും പറയും, അച്ഛാ അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അഭിഷേകം? അതായത് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം എൻ്റെ കൂടെ ഉണ്ടാകണം. ജോബിന് ദൈവം കോട്ട കെട്ടി സംരക്ഷണം കൊടുത്തു. അതായത് ജോബിനെ ഇടം വലം തൊടാനായിട്ട് ആരെയും സമ്മതിച്ചില്ല, അപകടം വരാൻ സമ്മതിച്ചില്ല, ജോബിൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ വരാൻ സമ്മതിച്ചില്ല. പിശാച് പറയുകയാണ്, നീ അവനും അവൻ്റെ സ്വത്തിനും അവൻ്റെ സമ്പത്തിനും അവൻ്റെ കുടുംബത്തിനും കോട്ട കെട്ടി സംരക്ഷണം നൽകിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് അവൻ നിന്നെ സ്നേഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താ ജോബ് ചെയ്ത കാര്യം എന്നറിയാവോ? ജോബ് അക്ഷരം പ്രതി ദൈവത്തെ അനുസരിച്ചു. അക്ഷരം പ്രതി ദൈവത്തെ അനുസരിച്ചു. ഒരു വാക്ക് പോലും, ചിലപ്പോൾ നമ്മളുണ്ട് ദൈവവചനമൊക്കെ വായിച്ചിട്ട് അത് ഇങ്ങനെ ആവാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കള്ളുകൂടിയൻ ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് വന്ന് അവന് ധ്യാനത്തിന് വെച്ചിട്ട് ചെറിയ മാനസാന്തരമൊക്കെ കിട്ടിയ പറഞ്ഞിട്ട്, അച്ഛാ ഞാൻ വചനം അനുസരിക്കാൻ വേണ്ടിയാണ് കള്ളു കുടിക്കുന്നത്, അച്ഛൻ അറിയാവോ? ഞാൻ ചോദിച്ചു, അതെന്താടാ അങ്ങനെ? അപ്പം പറഞ്ഞു, അച്ഛാ ബൈബിളിൽ ഒരിടത്ത് പറഞ്ഞിട്ടില്ലേ മദ്യപാനി ഒരിക്കലും സമ്പന്നനാവില്ല. ഓക്കെ, ഉണ്ട്. വേറൊരിടത്ത് കർത്താവ് പറഞ്ഞിട്ടില്ലേ സമ്പന്നൻ ഒരിക്കലും ദൈവരാജ്യത്തെ പ്രവേശിക്കുകയില്ലെന്ന്. അതുകൊണ്ട് ഇത് രണ്ടുകൂടെ അങ്ങോട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് മദ്യപാനി സമ്പന്നനാകുകയില്ല. അപ്പം ഞാൻ മദ്യപാനിയായിട്ട് ഞാൻ ഒരിക്കലും സമ്പന്നനാകില്ലാത്തതുകൊണ്ട് എനിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം. കാരണം സമ്പന്നൻ ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സമ്പന്നനാകുകയില്ല ഒരിക്കലും. അതുകൊണ്ട് ഈ രണ്ട് വചനങ്ങളോടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഈ ലോകത്ത്. അത് അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്നത്. പ്രിയപ്പെട്ടവർ, ദൈവം നൽകുന്ന സംരക്ഷണം, കൂടെയുള്ള ദൈവത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അപ്പസ്തോലന്മാർക്ക്, പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്താ ദിവസം അത് ബോധ്യമായി. ഞങ്ങൾ തന്നെയല്ല. പത്രോസ് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല. ജയിലിൽ കിടക്കുമ്പോൾ പത്രോസ് സ്തുതികൾ ആലപിച്ച് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ആ ജയിലറയിലേക്ക് ഇറങ്ങി വന്നിട്ട് പത്രോസിനെ സഹായിക്കുന്നുണ്ട്. പത്രോസ് ഒരു വിരൽ പോലും അനക്കുന്നില്ല. പത്രോസിൻ്റെ മുമ്പിൽ ഇതാ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുന്നു. പത്രോസിനെ ആരോ കൈക്ക് പിടിച്ചിട്ട് പുറത്തേക്ക് ഇറക്കുകയാണ്. എന്നിട്ട് വഴികളിലൂടെ നടക്കുന്നത് പത്രോസ് ഓർക്കുന്നുണ്ട്. ഇടവഴിയിലൂടെ നടക്കുന്നു. അങ്ങനെ നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മർക്കോസിന്റെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് പത്രോസിനെ നയിക്കുന്നുണ്ട്. ഒരു വ്യക്തി പോലെ കൂടെ നിന്നിട്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് അഭിഷേകം എന്ന് പറയുന്നത്. കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ആ സാന്നിധ്യം കൂടെയില്ലാത്തതിന് ഒറ്റ കാരണം ഉണ്ടാവുള്ളൂ: ദൈവത്തെ നിഷേധിക്കുന്നത്, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നത്. ചെത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആൾക്കാർ കണ്ടില്ലേ, കൈവെക്കുന്നതൊക്കെ പരാജയം. ചെത്തി പറഞ്ഞ ഹല്ലേലൂയ. നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഒരു ചേട്ടനെ കൂടെ കൂട്ടിയാൽ മതി, ആ ബിസിനസ് തകർന്ന് തരിപ്പണാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പറയും, അയ്യോ അതേ പിന്നെയാണ് പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് അങ്ങനെ അഭിഷേകമില്ലാത്ത വ്യക്തികൾ, അത് കുടുംബത്തിലായിക്കോട്ടെ, നിന്റെ കുടുംബത്തിൽ അഭിഷേകമില്ലാത്ത ഒരു വ്യക്തി, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു വ്യക്തി അഭിഷേകമില്ലാത്തുണ്ടെങ്കിൽ പുറത്താക്കുകയല്ല ചെയ്യേണ്ടത്. ആളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആളെ കൂടി അഭിഷേകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അഭിഷേകമില്ലാത്തവർ ചേർന്ന് ചെയ്യുന്ന സകല പരിപാടികളും തരിപ്പണമായി പോകും, തകർന്ന് തരിപ്പണമായി പോകും, ഇല്ലാതായി തീരും. ഇത് പറഞ്ഞ ഹല്ലേലൂയ.
അപ്പോൾ ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തോ മോളിൽ നിന്ന് വരുന്ന സംഭവമാണ്, ഇപ്പോൾ വരും തീ പോലെ വന്നിട്ട് നമ്മുടെ മേൽ വന്ന് വീഴും. ഇല്ല, കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവം കൂടെ നിൽക്കണമെങ്കിൽ ചില വഴികളൊക്കെ ഉണ്ട്. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ. ദൈവം കൂടെ നിൽക്കണമെങ്കിൽ ചില വഴികളുണ്ട് ദൈവത്തെ കൂടെ നിർത്താനായിട്ട്. ആ വഴികൾ നമ്മൾ അന്വേഷിക്കണം. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവാണ് അഭിഷിക്തൻ. ദാവീദ് ആണ് യഹൂദന്മാർ കണ്ടിരിക്കുന്ന അഭിഷിക്തൻ. ആ ദാവീദിനെ പോലെ ക്രിസ്തു അഭിഷിക്തനാണെന്ന് ആണ് അപ്പസ്തോലന്മാർ പഠിപ്പിക്കുന്നത്. അഭിഷിക്തനാണ്, ആ പരിശുദ്ധാത്മാവ് കൂടെയുള്ളവൻ. മറ്റൊരു കാര്യം, പ്രിയപ്പെട്ട ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം നമുക്ക് പറഞ്ഞു തരുന്നത്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനാണ് അഭിഷേകം? എന്തിനാണ് അഭിഷേകം? ഹല്ലേലൂയ. ഈ ഇങ്ങനെ അഭിഷേക നിറവ് ധ്യാനം, അഭിഷേകാഗ്നി ധ്യാനം, അങ്ങനെ അഭിഷേക ശക്തി ധ്യാനം, ഇങ്ങനെ ഈ നാളുകളിൽ കുറേ അഭിഷേകത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഓടി വന്നിട്ട് വെച്ചാൽ അഭിഷേകം വേണം. എന്താ അഭിഷേകം? എനിക്കറിയില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന അഭിഷേകം എന്താണെന്ന്. എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്ന അഭിഷേകം ഞാൻ പറഞ്ഞാൽ, ദരിദ്രരെ സുവിശേഷം അറിയിക്കാനാണ് അഭിഷേകം. എന്തിനാണ് അഭിഷേകം? ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ. ആരാ ദരിദ്രര്? പ്രളയം ബാധിച്ച് വെള്ളം കയറി വീടൊക്കെ നശിച്ചു പോയ ദരിദ്രര്, പാവങ്ങൾ. അതാണോ ദരിദ്രര്? എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സാമ്പത്തിക ദാരിദ്ര്യം മാത്രമല്ല, പണത്തിൻ്റെ ദാരിദ്ര്യം മാത്രമല്ല ദാരിദ്ര്യം. വീടില്ലാത്തതല്ല ദാരിദ്ര്യം, ശമ്പളം ഇല്ലാത്തതല്ല ദാരിദ്ര്യം, ജോലി ഇല്ലാത്തതല്ല ദാരിദ്ര്യം, ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തത് മാത്രമല്ല ദാരിദ്ര്യം. പിന്നെയോ എൻ്റെ പ്രിയപ്പെട്ടവരെ, 3 തലത്തിലും ദാരിദ്ര്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ 3 തലങ്ങളിലും ദാരിദ്ര്യമുണ്ട്. ഏതൊക്കെ 3 തലങ്ങൾ? 1 ശാരീരിക ദാരിദ്ര്യമുണ്ട്, 2 ആത്മീയ ദാരിദ്ര്യമുണ്ട്, 3 മനസ്സിൻ്റെ മേഖലയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ് അഭിഷേകം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അഭിഷേക നിറവ് ധ്യാനം കൂടാൻ വന്നിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത് ഇവിടുന്ന് അങ്ങോട്ട് അഭിഷേകം വരും, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ എല്ലാം ചെലവഴിച്ച് നന്നായിട്ട് മനോഹരമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കരുത്. അഭിഷേകം എന്ന് പറയുന്നത് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ, അതിനുള്ള ആഗ്രഹം ഉണ്ടാകണം. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ. ഒരുപക്ഷെ ആ ദരിദ്രൻ നിൻ്റെ വീട്ടിലായിരിക്കാം. വീട്ടിൽ തളർന്നു കിടക്കുന്ന അപ്പൻ, പ്രായമായിട്ട് ജോലിയൊന്നും ചെയ്യാൻ മേലാതെ ആകപ്പാടെ ചെയ്യുന്ന ജോലി എന്താണെന്നറിയോ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചുമയ്ക്കും, കാർക്കിച്ച് തുപ്പും. അതാണ് ചെയ്യുന്ന ജോലി, മുറ്റത്ത് കാർക്കിച്ച് തുപ്പും. ആ അപ്പനെ അമ്മയെ നോക്കുന്നതാ പ്രിയപ്പെട്ടവരെ ദരിദ്രരെ അറിയിക്കുന്ന സുവിശേഷം. ആ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ് നിനക്ക് കരുത്ത് വേണ്ടതെങ്കിൽ, അതിനാണ് കർത്താവ് നിന്റെ കൂടെ വേണ്ടതെങ്കിൽ, ആ ഒരു അഭിഷേകം തരാൻ കർത്താവ് തയ്യാറാണ്. നിന്റെ അപ്പനെ അമ്മയെ സംരക്ഷിക്കാനുള്ള അഭിഷേകം. നിന്റെ മക്കള് വഴിതെറ്റി നടക്കുന്ന മക്കള് ധ്യാനം കൂടാൻ പോയിട്ട് ഒരു പള്ളിയിൽ പോകാനായിട്ട് പറഞ്ഞാൽ മടി കാണിക്കുന്ന മക്കൾ, ആ മക്കളെ നേർവഴിയിലേക്ക് നയിക്കാൻ ആവശ്യമായ അഭിഷേകം, അതായത് ആ മകൻ്റെ ആത്മീയ ദാരിദ്ര്യം മാറ്റാനുള്ള അഭിഷേകം, സുവിശേഷം പ്രഘോഷിക്കാനുള്ള അഭിഷേകം. ആ അഭിഷേകത്തിന് വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ അഭിഷേകം നിനക്ക് നൽകപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിത പങ്കാളി, ഭർത്താവോ ഭാര്യ ആയിക്കോട്ടെ, ദൈവത്തിൻ്റെ വഴിയിലൂടെ അല്ല നടക്കുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, എന്നെ ചോദിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ച് നടക്കുന്ന ജീവിത പങ്കാളിക്ക് മാനസാന്തരം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യമായ അഭിഷേകമാണ് നിനക്ക് വേണ്ടതെങ്കിൽ, ആ വ്യക്തിയോട് സുവിശേഷം പറയാനുള്ള അഭിഷേകം ആണ് വേണ്ടതെങ്കിൽ ആ അഭിഷേകം കിട്ടും. സുവിശേഷം പറയാവുള്ളൂ. ഹല്ലേലൂയ. അതായത് ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കളൊക്കെ വഴിതെറ്റിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സുവിശേഷത്തിന് മാത്രമേ മാനസാന്തരം നൽകാൻ പറ്റൂ. അറിയാവോ? അതറിയാം അല്ലേ? സുവിശേഷം മാത്രം എന്തുണ്ടാക്കുള്ളൂ? മാനസാന്തരം ഉള്ളൂ. നമ്മൾ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദുർവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന മാനസാന്തരം ഉണ്ടാകും. ഒരിക്കലും നന്നാവില്ല, ഒന്നും നന്നാവില്ല. ഇതിങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ. ഇതിൻ്റെ അവസാനം എന്താവോ ആവോ? ഇതൊക്കെ സുവിശേഷമാണോ? ദരിദ്രരെ അറിയിക്കുന്ന സുവിശേഷം, അതായത് എല്ലാം ശരിയാകും, മാറ്റമുണ്ടാകും, സുവിശേഷം പറയാനുള്ള അഭിഷേകം വേണമെങ്കിൽ പ്രാർത്ഥിച്ചു, ആ അഭിഷേകം കിട്ടും. അതുകൊണ്ട് എന്തിനാണ് അഭിഷേകം എന്ന് ചോദിച്ചാൽ, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ധ്യാനത്തിൻ്റെ അഭിഷേക പ്രാർത്ഥന എപ്പോഴായിരിക്കും? സാധാരണ എല്ലാ ധ്യാനങ്ങൾക്കും അഭിഷേക പ്രാർത്ഥന എപ്പോഴാണ്? അവസാനത്തെ ദിവസം, അവസാനത്തെ ആരാധനയിൽ. ഹല്ലേലൂയ. വെറുതെ പറ്റിക്കുക കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ പറയുന്നവരാണോ പരിശുദ്ധാത്മാവ് വരുന്നത്, പ്രവർത്തിക്കുന്നത്? ഈ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അഭിഷേകം കിട്ടിയ ആൾക്കാരൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. ജീവിതത്തിൽ നല്ല തീരുമാനം എടുത്തിട്ട് മാറ്റം വരുത്താൻ തീരുമാനം എടുത്തവരും, ചില ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനം എടുത്തവരും, ചിലതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മഞ്ഞളി അച്ഛൻ പറഞ്ഞ്, അതായത് ചിറമേലച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ, ബിജിലച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ, അല്ലെങ്കിൽ കുര്യൻ ബ്രദർ പറഞ്ഞത് കേട്ടപ്പോൾ,
പിതാവ് പറഞ്ഞത് കേട്ടപ്പോൾ അയ്യോ അങ്ങനെ ശരിയാകുമല്ലോ, ഇത് മാറ്റണമല്ലോ എന്ന് തീരുമാനമെടുത്ത ആളുകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വ്യക്തികളുടെ ജീവിതത്തിൽ അഭിഷേകം പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ദരിദ്രരെ സുവിശേഷം അറിയിക്കുന്നവർക്ക് ആവശ്യമായ അഭിഷേകം. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോൾ ദരിദ്രരെ സുവിശേഷം അറിയിക്കാനാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അയച്ചിരിക്കുന്നത് ദൈവമാണ്, എന്നെ നിങ്ങളെയും. ചില ആൾക്കാർ പരാതി പറയാറുണ്ട്, എൻ്റെ അച്ഛാ ഈ വീടല്ലാതെ വേറെ ഏത് വീടായിരുന്നേലും എന്തായിരുന്നേനെ ഞാൻ സന്തോഷത്തോടെ പോയേനെ. ഹല്ലേലൂയ. എന്തിനാണാവോ എന്നെ ആ വീട്ടിലേക്ക് വിട്ടത്? ഈ നാടല്ലാതെ വേറെ ഏത് നാട്ടിലായിരുന്നേലും ഞാൻ രക്ഷപ്പെട്ടു പോയേനെ. ഈ ആൾ കുറ്റിയും പറിച്ച് ഇവിടുന്ന് വേറെ നാട്ടിൽ പോവും, രക്ഷപ്പെടുകയല്ല. കാരണം പ്രശ്നം ആരുടെയാണ്? പോകുന്ന ആളുടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആൾക്കാർ പറയും, അച്ഛാ ഞങ്ങളുടെ വീടിനാ പ്രശ്നം. അച്ഛാ വീടിരിക്കുന്ന സ്ഥാനം ശരിയല്ല, നിന്റെ സ്ഥാനമാണ് ശരിയല്ലാത്തത്. ബൈബിളിനകത്ത് ഒരിക്കലും വീടിരിക്കുന്ന സ്ഥാനത്തിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഭിഷേകം നഷ്ടപ്പെട്ടു പോയ ആദത്തോട് ചോദിക്കുന്ന ചോദ്യം, നീ എവിടെയാണ്? ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ നേരിട്ട് പറയാനായിട്ട് പേടിയുള്ളത് കൊണ്ടല്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരുപാട് പേരെ വേദനിപ്പിക്കേണ്ടതെന്ന് ഓർത്തിട്ടാ അവിടെ ഇവിടെയും പോയി അതും ഇതും ചെയ്ത് കൂട്ടിയിട്ട് വീടിന് സ്ഥാനം മാറ്റിയിട്ട് അഭിഷേകം കിട്ടുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. വീടിന് സ്ഥാനം മാറ്റിയിട്ടോ കിണർ പൊളിച്ചിട്ടോ കക്കൂസ് മാറ്റപ്പെടുന്നിട്ടോ ഒന്നും അനുഗ്രഹം കിട്ടില്ല. ബൈബിൾ പ്രകാരം അഭിഷേകം ആദ്യം നഷ്ടപ്പെട്ടു പോയ വ്യക്തി, ബൈബിളിലെ ആദ്യത്തെ വ്യക്തി ആരാന്നറിയാവോ? ആദമാണ് ആദ്യമായിട്ട് അഭിഷേകം നഷ്ടപ്പെട്ടു പോയ വ്യക്തി. അതായത് എല്ലാം ഉണ്ടായിരുന്നു, 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ചത് സകലതും ഈ പൊട്ടനായ മനുഷ്യനെ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമായ മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചു. 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് കർത്താവ് ചെയ്താൽ മതിയായിരുന്നു അല്ലേ? നമ്മളാണെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പല മക്കളും വന്ന്, എൻ്റെ അച്ഛ അപ്പൻ ഇപ്പോൾ ഇത്ര വയസ്സായി, 90 വയസ്സായി, ഇപ്പോഴെങ്കിലും ആ സ്വത്തൊന്ന് വീതിച്ച് തന്നുകൂടെ? അപ്പനോട് ചോദിച്ചപ്പോൾ പറയാം, എൻ്റെ അച്ഛൻ അറിയത്തില്ലല്ലോ, എൻ്റെ മകനെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നല്ലേ, അവനെ ഏൽപ്പിച്ചാൽ പിന്നെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഒരു തുണ്ട് സ്ഥലം പോലും ഉണ്ടാവില്ല. അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഹല്ലേലൂയ. ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട്, ചില അപ്പന്മാർ വിട്ടുകൊടുക്കാത്തതിന് കാരണം അതാണ്. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പറമ്പിൽ കടന്ന് മരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ന്യായമായ ആഗ്രഹമല്ലേ? ന്യായമായ ആഗ്രഹമല്ലേ? കാരണം അവൻ്റെ കയ്യിൽ എന്തൊക്കെ, ഞാൻ കുഞ്ഞുനാളത്തോട് നോക്കുന്ന, അവന് 2 വയസ്സ് ഉള്ളപ്പോൾ മുതൽ ഞാൻ നോക്കുന്ന, അവൻ്റെ കയ്യിൽ എന്ത് കൊടുത്താലും അവനെ നശിപ്പിച്ചു കളയും. എന്ത് കൊടുത്താലും ഇപ്പോഴും അത് തന്നെ, മാറിയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ശരിക്കും പറഞ്ഞാൽ ദൈവമാണ് ആര്? ഞാൻ പറഞ്ഞ ആ വ്യക്തി പൊട്ടൻ, അങ്ങനെയും പറയാം. ഹല്ലേലൂയ. കാരണം ഈ മനുഷ്യനെ ഇത് നശിപ്പിക്കുമെന്ന് അറിയാമായിട്ട് അവനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഈ 6 ദിവസം കൊണ്ട് നിർമ്മിച്ചത് മുഴുവൻ 6-ാമത്തെ ദിവസം ഏൽപ്പിച്ചു. 6-ാമത്തെ ദിവസം സൃഷ്ടിച്ച തൻ്റെ ഛായയും സാദൃശ്യം അല്ലേ എന്നോർത്ത് അവനെ അങ്ങ് ഏൽപ്പിച്ചു. എല്ലാം നോക്കുന്നത്. അഭിഷേകം ഉണ്ട് അവന്. അഭിഷേകം, ആദത്തിന് അഭിഷേകം ഉണ്ടായിരുന്നോ? ഈ ഭൂമിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ അഭിഷേകം എന്ന് പറയുന്ന കാര്യം അനുഭവിച്ചിട്ടുള്ള വ്യക്തി പത്രോസ്ലീഹ ഒന്നുമല്ല, ആദവും ഹവ്വയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേർക്കാതെ അധ്വാനിക്കാതെ ജീവിച്ചുകൊണ്ടിരുന്നത്, എല്ലാം സമൃദ്ധമായിട്ട് നൽകിക്കൊണ്ട്, ഒന്നിനും ഒരു കുറവില്ല. ഹല്ലേലൂയ. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എല്ലാ ദിവസവും വൈകുന്നേരം കർത്താവ് കൂടെ വരും, നടക്കാൻ വരുമ്പോൾ ഒന്ന് നടക്കാൻ പോകണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ കഷ്ടപ്പാടൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വൃക്ഷം നിൽപ്പുണ്ട്, അതിൽ നിന്ന് പറിച്ച് ഭക്ഷിച്ചേക്കരുത്. ഹല്ലേലൂയ. ഈ നടക്കാൻ പോക്ക് എന്നാ നിന്നത്? കർത്താവിൻ്റെ കൂടെ നടക്കാൻ പോക്ക് നിന്ന് എന്താണ്? ഈ കൽപ്പന ലംഘിച്ചപ്പോൾ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷം അതിൽ നിന്ന് ഭക്ഷിക്കരുത്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം കിടപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്ന വിഷയം ഇതാണ്: അനുസരണം അഭിഷേകത്തിലേക്ക്. അനുസരണക്കേട് കാണിച്ചാൽ അഭിഷേകം നഷ്ടപ്പെടും. അനുസരിക്കുന്നവർക്ക് അഭിഷേകം കിട്ടും. ഈ ധ്യാനങ്ങൾക്കൊക്കെ ഇപ്പോഴും എന്നോട് ചില അച്ഛന്മാരൊക്കെ ചോദിക്കാറുണ്ട്, എൻ്റെ അച്ഛാ ഇതൊക്കെ നിർത്താറായില്ലേ? എന്താണെന്നറിയോ? എല്ലാ ധ്യാനത്തിനും വരുമ്പോൾ ഇങ്ങനെ ആദ്യം 2-3 ദിവസം പാപത്തെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പാപം, അത് പാപം, ഇത് പാപം. നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇനി ഇതൊക്കെ മാറ്റാൻ പറ്റില്ലേ? പ്രിയപ്പെട്ടവരെ, അറിയാവുന്നവർക്കറിയാം, അഭിഷേകത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട വഴി അനുസരണമാണ്. എവിടെയൊക്കെ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട് അവിടെയൊക്കെയാണ് ദൈവിക സംരക്ഷണം അല്ലെങ്കിൽ ഈ അഭിഷേകം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അതുകൊണ്ട് അനുസരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞാൻ ആദത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം ഇതാണ്. ആദമായിരുന്നു, ഹവ്വയായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഭിഷേകം ഉണ്ടായിരുന്ന ആൾക്കാർ.
അതിന് കൊടുക്കേണ്ട വില ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ആ ഒരു കൽപ്പന അനുസരിക്കണം. അതായത് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കരുത്, ചെയ്യരുത്, അരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യരുത്. ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? എല്ലാ ദിവസവും ദൈവത്തോട് കൂടെ ആയിരിക്കണം. സായാഹ്നങ്ങളിൽ, സന്ധ്യാനേരങ്ങളിൽ ദൈവം ഉലാത്താനായിട്ട് ഇറങ്ങും. ആരുടെ കൂടെ ഉലാത്താനായിട്ടാ? ആനയുടെ കൂടെ, പശുവിൻ്റെ കൂടെ, മൃഗങ്ങളുടെ കൂടെ ആണോ? അല്ല, തൻ്റെ ഛായയും സാദൃശ്യവുമായ ആദത്തിൻ്റെയും ഹവ്വയുടെയും കൂടെ ഒന്ന് നടക്കാൻ വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഓരോ സന്ധ്യാനേരത്തും ഞാനും നിങ്ങളുമൊക്കെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാലും യാമപ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചാലും ആ സമയം ഒരു മണിക്കൂർ നേരമെങ്കിലും കർത്താവിൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന സമയമുണ്ടല്ലോ, ദൈവം കൂടെ നടക്കുന്ന സമയമാണ്. അഭിഷേകമുള്ള കുടുംബങ്ങൾ ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥനയുള്ള കുടുംബങ്ങൾ ഉണ്ടാവണം. ദൈവം ആവശ്യപ്പെടുന്ന കാര്യം അതുകൊണ്ട് രണ്ട് കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ആദിമ മനുഷ്യൻ, അതായത് ആദവും ഹവ്വയുമായിരുന്ന പർദീസയിൽ 2 കാര്യങ്ങളെ ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ. ഒന്ന്, എന്ത്? അത് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, ഇത് ചെയ്യണം. ഏത് ചെയ്യണം? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. ഞാൻ എല്ലാ ദിവസവും നിങ്ങളുടെ കൂടെ വരും, കൂടെ ഉണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദിവസവും കൂടെ ഉണ്ടാകണം. അത് ചെയ്യണം, കൂടെ നടക്കണം, ദൈവത്തോട് കൂടെ ആയിരിക്കണം. 2, ചെയ്യരുത്, അത് ചെയ്യരുത്. ഇന്നും ഇതേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവർ. ദൈവ കൽപ്പനകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദൈവം ചില കാര്യങ്ങളൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നു, ചിലതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, മറ്റൊരു ദൈവം ഉണ്ടാകരുത്. ഒപ്പം ഞാനാകുന്നു ദൈവം, ഞാൻ മാത്രമാണ് ദൈവം, ഞാൻ മാത്രമേ ദൈവമായിട്ടുണ്ടാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കൽപ്പന എന്താണ്? ദൈവത്തിൻ്റെ തിരുനാമം വെറുതെ പ്രയോഗിക്കരുത്. ദൈവവചനം വെറുതെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. ദൈവത്തിൻ്റെ നാമം വെറുതെ പ്രയോഗിക്കരുത്. ദൈവിക വസ്തുക്കളെ അതിനെ ദൈവികമായിട്ട് കണ്ട്, ദൈവത്തിൻ്റെ വസ്തുവായിട്ട് കണ്ടു തന്നെ പെരുമാറണം. 3, സാബത്ത് വിശുദ്ധമായിട്ട് ആചരിക്കണം. നോക്കിക്കേ, ചെയ്യണമെന്ന് സഭ പഠിപ്പിക്കുന്ന കാര്യമാണ്, ചെയ്യണമെന്ന് ദൈവം പഠിപ്പിക്കുന്ന കാര്യമാണ്. ചെയ്യണം, സാബത്ത് വിശുദ്ധമായിട്ട് ആചരിക്കണം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, അഭിഷേകം എങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത്? ആചരിക്കണമെന്ന് പറയുന്ന കാര്യം ആചരിക്കാതിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിനക്ക് നഷ്ടമാകുന്നുണ്ടാവില്ല, നാളെ നഷ്ടമാവില്ല. പക്ഷെ മറ്റന്നാൾ നിന്റെ ജീവിതത്തിൽ നഷ്ടം വരുമ്പോൾ നീ പിന്തിരിഞ്ഞ് നോക്കണം. എവിടെയാണ് നിനക്ക് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റാതെ പോയത്? എവിടെയാണ് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നീ ചെയ്തു കൂട്ടിയിരിക്കുന്നത്? ചെയ്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ലോകമുള്ളിടത്തോളം കാലം എന്തിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും? പാപത്തെക്കുറിച്ച് പറയും. എന്തിനാ പാപത്തെക്കുറിച്ച് പറയുന്നത്? മാനസാന്തരപ്പെടണം. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് നീ മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ മാപ്പ് ചോദിക്കണം. ദൈവം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞിരിക്കും. മാതാപിതാക്കളെ ബഹുമാനിക്കരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ അനുസരിക്കണം. നിനക്ക് മുതിർന്നവരെ നീ അനുസരിക്കണം, നിന്റെ അധികാരികളെ നീ അനുസരിക്കണം. അനുസരണം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ അനുസരണം അഭിഷേകം കൊണ്ടുവരും.